അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ. കർത്താവെ, അപചാരിതവും ആകസ്മികമായ അപകടങ്ങൾ, തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്ന അപകടങ്ങൾ, എന്നെല്ലാം അങ്ങയുടെ മക്കളെ അങ്ങ് പരിപൂർണമായി സംരക്ഷിക്കണമെന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടിന് കേട് നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, ബഹുരോഗ്യപ്പെടുത്തിയവനെ, തളർവാരോഗ്യപ്പെടുത്തവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവേ നിന്റെ തിരുനാമം സ്തുതി പറയുന്നു. ഈ പ്രാർത്ഥന ചെല്ലുന്ന ഇടങ്ങളിലെല്ലാ രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ ആശ്വസിക്കുകയും സൗഖ്യമാകുകയും ചെയ്യട്ടെ. കർത്താവെ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് താമസിക്കുന്നവർ, കർത്താവെ പരസ്പര സ്നേഹമില്ലാതെ കഴിയുന്നവർ, ജീവിതം തന്നെ ഭാരമായി തോന്നുന്നവർ, മനസ്സിന് നിരാശ ജീവിക്കുന്നവർ, തൊഴിൽഭാരമില്ലാത്തവർ, തൊഴിൽഭാരത്തോടെ ജീവിക്കുന്നവർ, കർത്താവെ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തവർ, അവർക്ക് ഇന്ന് 12 മണിക്കൊണ്ട് തീരുമാനമെടുക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ ആശീർവദിക്കുന്നു. കർത്താവെ, ജീവിത മാർഗങ്ങൾ അറ്റുപോയവർ, മുട്ടിപ്പോയവർ, സാമ്പത്തിക ബാധ്യതകളായും ജീവന നടപടികളായും ഭീഷണീയമായ സാഹചര്യം ജീവിക്കുന്നവർ, കർത്താവെ മക്കളില്ലാത്തവർ, കർത്താവെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ആ ലക്ഷ്യം നേടാൻ വേണ്ടി രാത്രിയും പകലും പ്രാർത്ഥിച്ചും ഉടമ്പടി ചെയ്തും ഉടമ്പടി കാര്യങ്ങൾ നിർവഹിച്ചുമൊക്കെ ജീവിച്ചു പോകുന്നവർ, കർത്താവെ അവരെല്ലാം ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ യാത്രക്കാരെ ആശീർവദിക്കുന്നു, ഇൻ്റർവ്യൂ ഉള്ളവരെ ആശീർവദിക്കുന്നു, പരീക്ഷക്കാരെ ആശീർവദിക്കുന്നു, പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ ആശീർവദിക്കുന്നു. ഉന്നതമായ റിസൾട്ടിനാൽ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ, നിന്നെ അനുഗ്രഹിക്കട്ടെ. ഉപരി പഠനത്തിനും ഉപരി ജോലിക്കും ഉപരി യാത്രയ്ക്കും വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നിന്നെ വർഷിക്കട്ടെ. നിത്യം പിതാവും പുത്രനും
പരിശുദ്ധാത്മാവായ സർവീശ്വര എന്നേക്കുമാമേൻ. നമ്മൾ ഇന്ന് നോക്കുന്ന വചനം എന്ന് പറയുന്നത്, അവിടുന്ന് നിന്നെ കൈപിടിച്ച് നടത്തും. യെശയ്യാ 42:6. ഞാനാണ് കർത്താവ്, ഞാനാണ് കർത്താവ്, ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു, ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു. കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ദൈവം പറയുന്നത് എല്ലാം കറക്റ്റാണ്. എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്യുമെന്നാണ് പറയണത്. നമ്മളായിട്ട് ചെയ്യാൻ നിൽക്കേണ്ട. നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, വിശുദ്ധി പാലിക്കണമെന്ന്. ഇപ്പം ഉൽപ്പത്തി 17:1 എപ്പോഴും നമ്മൾ പറയത്തില്ലേ, നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, വിശുദ്ധി പാലിക്കണം, വിശുദ്ധനായിരിക്കണം. അപ്പോൾ അത് ഈ കൈക്ക് പിടിച്ച് നടത്തുമെന്ന് തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവം നമ്മുടെ കൈയെ പിടിക്കുമ്പോൾ നമ്മുടെ കൈ രക്തപങ്കിലമായിരിക്കരുത്. ദൈവത്തിന് കയറി പിടിക്കാൻ പറ്റിയ കൈ ആയിരിക്കണം. ദൈവം കൈക്ക് പിടിച്ച് നടത്തും, പക്ഷെ അതിൻ്റെ അകത്ത് വരുന്ന പ്രീസപ്പോസിഷൻ എന്താണ്, നമ്മുടെ കൈകൾ ദൈവത്തിന് കയറി പിടിക്കാൻ പറ്റിയതായിരിക്കണം. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ ചെയ്ത എബ്രാഹത്തിനോട് ദൈവം പറയണത്, നീ വാഗ്ദാനം നടക്കുക നിനക്ക് തരും, അത് എൻ്റെ പരിധിപ്പെട്ട കാര്യങ്ങളാണ്. നിൻ്റെ പരിധിപ്പെട്ട കാര്യമുണ്ട്, എന്താണ്, നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, വിശുദ്ധി പാലിക്കണം എന്നൊക്കെ പറയും. അപ്പം അതിനകത്ത് വരുന്ന വിഷയം വെച്ചാൽ, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തുമെന്ന് പറഞ്ഞാൽ, നീ എൻ്റെ കൈ രക്തപങ്കിലുമാണെങ്കിൽ എങ്ങനെ ദൈവം കയറി പിടിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ദൈവം നമ്മുടെ കൈക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പരുവപ്പെടലുണ്ട്. ദൈവത്തിൻ്റെ വചനങ്ങൾക്കൊക്കെ വിധേയപ്പെട്ട്. ഇപ്പം പണ്ടേ ഞാനൊരു അച്ഛനെ പരിചയപ്പെട്ടു. അച്ഛൻ്റെ മേടിൽ ചെന്നപ്പോൾ അച്ഛനെ വിളിപ്പിച്ചതാണ്. കാര്യം വെച്ചാൽ പണ്ടത്തെ കൃപാസനം പത്രമുണ്ടേ, 2001 അത് 4 പേജേ ഉള്ളു. അപ്പം അതിനകത്ത് അന്നിരുന്നൊരു ബ്രദറാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പെന്തക്കോസ്ത ദിവസം വന്നപ്പോൾ ഞാനൊരിടത്ത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാനവിടെ ഇരിക്കുകയാണ് എന്തുവാണ്. അപ്പം ഒരു പ്രാവ്, കമ്പ്യൂട്ടറിൽ നിന്നൊരു പ്രാവ് എടുത്തിട്ട് ഈ ബ്രദർ എൻ്റെ തലയുടെ മുകളിൽ പ്രാവിനെ കാണിച്ച ചിത്രം കൃപാസനത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വിട്ട്. ബ്രദർ ഒരു ആർട്ട് വർക്ക് ചെയ്തതാണ്. ഈ അച്ഛനെ കൊണ്ടുപിരിങ്ങി എന്നെ വിളിച്ച്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതെന്താ നീ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ദീപത്തെയും കളിക്കുകയാണെന്നൊക്കെ ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. സാറിന് ഇങ്ങനെ അവരവരുടെ വ്യൂസ് പറയുമ്പോൾ എന്തുമാത്രം വിമർശനങ്ങളിലൂടെയാണ് നമ്മൾ വന്നത്. എപ്പോഴും ഞാനൊരു നിലപാടെടുക്കത്തുള്ളൂ. വെറുതെ ആവശ്യമില്ലാതെ എനർജി ഒന്നും ഇങ്ങനെയുള്ള കളയത്തില്ല. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാനത് അറിഞ്ഞിട്ടില്ല കേട്ടാ, അത് ഈ ഓഫീസിൽ ചെയ്യണ കാര്യങ്ങളൊക്കെയാണ് ഇത്, അങ്ങനെ അവർ ചിന്തിച്ച് കാണുകയില്ല, പ്രാർത്ഥനാപൂർവമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അച്ഛൻ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അച്ഛന് മേച്ചപ്പുറത്ത് ഒരു സാധനം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ, ഇവിടെ ഇങ്ങനെ, അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാനെങ്ങനെ അറിയാത്തത്, ഞാനത് വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ അച്ഛനിരുന്ന വേറൊരു പള്ളി ഞാൻ അതിനുശേഷം എനിക്ക് പാരിഷ് പ്രീസ്റ്റായി. അപ്പോൾ ആ പള്ളിയിൽ നടത്തണ ഈ അച്ഛനായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ അച്ഛനെക്കുറിച്ച് ഭയങ്കര വിമർശനമാണ്. ആ അച്ഛനടുത്ത് ഞങ്ങൾ കല്യാണത്തിന് പോകുമ്പോഴാണ്, വേദപാഠത്തിന് പോകുമ്പോഴാണ്, കണക്ക് തീർക്കാൻ പോകുമ്പോഴാണ്, അങ്ങനെ പള്ളി പണിയിരിക്കും, ഇഷ്ടികയും അതുപോലെ തന്നെ സിമെൻറ്റൊക്കെ കോരിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുന്ന അച്ഛനാണേ. പക്ഷേ അത് പള്ളി പണിയാനൊക്കെ പുള്ളി തന്നെ കൂടും. അങ്ങനെ കുറേ നല്ല സ്വഭാവങ്ങളൊക്കെ ഉള്ള ആളാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, പൗരോഹിത്യം എന്ന് പറയുന്നത് സിമെൻറ്റ് കുഴക്കാൻ വേണ്ടിയുള്ള അല്ലല്ലേ, മാത്രമല്ല അതുകൊണ്ട് വേണമെങ്കിൽ ഒരു രസത്തിനെ കൂടാമെന്നല്ലാതെ അത് മെയിനല്ല. അതിൻ്റെ അകത്ത് കർത്താവ് നമ്മളെ സിമെൻറ്റ് കുഴക്കാൻ വിളിച്ചാലല്ല. അപ്പോൾ എല്ലാത്തിനൊക്കെ ഓരോ ലക്ഷ്യങ്ങളില്ലേ. ഈ ആൾക്കാർ വരുമ്പോൾ ഇവർ ആട്ടി ഓടിക്കും. എന്ന് പറയും വൈകുന്നേരം വരാൻ പറയും, ഇങ്ങനെ പണി തീരുമ്പോൾ വരാൻ പറയും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒക്കത്തില്ല, പിന്നെ ഭയങ്കര ഇഷ്യൂ ആകും, ഇങ്ങനെ വേറെ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ എന്താ പ്രശ്നം, ചിലർക്ക് ഒരു നിലപാടാണ്, അവരുടെ ഒരു പ്രയോറിറ്റി കഴിഞ്ഞിട്ട് മാത്രമേ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി എന്നുള്ള രീതിക്ക് ഇങ്ങനെ ദൈവത്തിനടുത്ത് പറ്റത്തില്ല. ഞാനിങ്ങനെ എന്ത് വചനമായാലും ശരി, ഞാനിങ്ങനെ പോകത്തുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. ഉടമ്പടി ചില അണ്ണന്മാർക്ക് പറ്റിയിരിക്കുന്നതാണ്. ഉടമ്പടി എടുത്തെങ്കിലും ഇവിടെ ഇങ്ങനെ എന്ന് പറയും. എന്താണ്, ഏതുടമ്പടി ആയാലും ഞാനിങ്ങനെയൊക്കെ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അവരാണ് ഉടമ്പടിയിൽ പണി മേടിക്കുന്നത്. അതൊക്കെ വെറുതെ വെളുക്കാത്തൊക്കെ പാണ്ടാക്കുകയാണേ, ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഞാൻ നിൻ്റെ കൈക്ക് പിടിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, നിൻ്റെ കൈ എനിക്ക് പിടിക്കാൻ പറ്റിയ രൂപത്തിലായിരിക്കണം എന്നല്ല എൻ്റെ അർത്ഥം. ദൈവത്തിനെ നമ്മുടെ കൈയൊക്കെ ഞാൻ നിൻ്റെ കൈക്ക് പിടിച്ച നടത്തിച്ചാൽ ദൈവം ഇപ്പം ഇപ്പം നിങ്ങൾ കൃപാസനത്തിൽ വരുന്നവരല്ലേ. അപ്പോൾ കൃപാസനം വരുമ്പോൾ കൃപാസനം എങ്ങനെ ഇവിടം വരെ എത്തിയെന്ന് നോക്കണം.
ദൈവം കൈക്ക് പിടിച്ച് നടത്തിയതാണ്. കൈക്ക് പിടിക്കാവുന്ന രീതിയിൽ ഇപ്പം എൻ്റെ ജീവിതത്തിലൊരു പ്രശ്നമുണ്ടായി. എനിക്ക് അന്ന് കൊച്ചച്ഛനാകുമ്പോൾ അച്ഛനായിട്ട് ചിലപ്പോൾ ഒരു കൊല്ലം ആയി കാണുമായിരിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ പെങ്ങൾ വിളിച്ച് അമ്മയുടെ നില പരുവക്കേടാണെന്ന് പറഞ്ഞു. കാര്യം ഞാനേ ഉള്ളു ഇതൊക്കെ കേൾക്കാൻ. അതുകൊണ്ട് എന്നോട് പറഞ്ഞ് അമ്മയുടെ നില പരുവക്കേടാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് അവൾ പറയണില്ല. അപ്പം ഞാൻ ദേഷ്യപ്പെടുന്ന കാര്യം പറയണി എന്താണെന്ന് പറ, അമ്മയല്ലേ എൻ്റെ. നമ്മുടെ എപ്പോൾ പറയാം അമ്മക്ക് ഗർഭപാത്രം ഇറങ്ങി വരികയാണെന്ന്. അപ്പം ഗർഭപാത്രം ഇറങ്ങി വരണപ്പോൾ അത് നിസ്സാര കാര്യമില്ല. അപ്പോൾ ഞാനവിടെ റഷ് ചെയ്ത് വീട്ടിൽ ചെന്നു ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു പ്രശ്നമില്ല, നമുക്കിത് ആശുപത്രി പോയി എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാം ശരിയാക്കാന്ന് പറയുമ്പോൾ എൻ്റെ കാശില്ല. അതാണ് എൻ്റെ വിഷയം. കാര്യം ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നല്ല പൈസ വേണം, കുറേ പത്യങ്ങൾ വേണം, 90 ദിവസത്തെ വരെ പത്യമൊക്കെ വേണം, ശ്രദ്ധ വേണം. എൻ്റെ കാശില്ല. കാശില്ലേന്ന് ചോദിച്ചാൽ കാശുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ് എനിക്ക് വണ്ടി വാങ്ങിക്കാൻ കാശ് തന്നായിരുന്നു. ഈ പഴയ ചെറിയ സ്കൂട്ടർ മേടിക്കാൻ വേണ്ടി രൂപത്തിൽ നിന്ന് ഞാൻ പിതാവിനോട് ചോദിച്ചിട്ട് അന്നാണ്. എന്താ വെച്ചാൽ എനിക്ക് 3 പള്ളി ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഓരോ പള്ളിയും 10 കിലോമീറ്റർ 8 കിലോമീറ്ററൊക്കെ അകലെയായിരുന്നു. ഇപ്പോൾ ഇടവക പള്ളിയിൽ നിന്ന് ഞാൻ പള്ളിയിൽ പോകണം. ഇപ്പം ഞാനൊരു BSS സൈക്കിളിനാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ BSS സൈക്കിളിന് ഓടി ഒരു പള്ളിയിൽ നിന്ന് ഞായറാഴ്ചക്ക് പോയി അടുത്ത പള്ളിയിൽ ചെല്ലുമ്പോൾ പിന്നെ തിരിച്ചു വന്ന് പിന്നെ 3 മണിക്ക് കാറ്റഗിസത്തിന് വേറെ പള്ളിയിൽ പോയി വരുമ്പോൾ വയറ് അൾസർ പിടിക്കും. 2 മണിക്ക് 2:30 വന്ന് ഊണ് കഴിക്കണത് അപ്പോൾ വേർത്ത് ഒലിച്ച് വരും. അപ്പോൾ എനിക്ക് തോന്നിയൊരു വണ്ടി കിട്ടിയാൽ കൊള്ളാമായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിതാവ് വണ്ടി വേണ്ട. അപ്പം അന്ന് രൂപത്തിൽ അങ്ങനെ വണ്ടി വാങ്ങിച്ചു കൊടുക്കുന്ന സിസ്റ്റമൊന്നുമില്ല. പിതാവിനോട് പറഞ്ഞ് ഞാൻ കുർബാന തരാം നിങ്ങൾക്ക്, പിന്നെ ഒരു 10 രൂപയും തരാം, നിങ്ങൾ ബാക്കിയുള്ളത് കുർബാനയിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അത് നഷ്ടമാണ് ശരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കന്ന് പൈസ ഇല്ലാതെ കൊണ്ട് ഈ കുർബാന ചൊല്ലിയിട്ട് അതിൻ്റെ ഒരു ദക്ഷിണ കൊണ്ടാണല്ലോ നമ്മൾ ജീവിക്കണത്. അപ്പോൾ ഒരു കഷ്ട ജീവിതമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നാലും കുർബാന അത് കുർബാന മേടിച്ച് 10 ചൊല്ലി അതിൽ നിന്ന് അധികം കിട്ടുന്നില്ല. 6000 രൂപയാണ് കിട്ടിയത്. അപ്പോൾ ഈ 16,000 രൂപയ്ക്ക് ഒരു വണ്ടി വാങ്ങിച്ചു. അപ്പോൾ വണ്ടി വാങ്ങിച്ചില്ല അതാണ് രസം. അതിൻ്റെ അടുത്ത് കുരിശോനുണ്ട്. ഞാൻ 16,000 രൂപ കൈ ഒപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആണ് ഈ അമ്മയ്ക്ക് അസുഖം വന്നത്. അപ്പോൾ അസുഖം വന്ന് അമ്മയും കൊണ്ട് ഞാൻ അവിടെ ആശുപത്രിയിൽ പോയി, ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. പിന്നെ പെങ്ങൾ അവിടെ നിർത്തി. ഞാൻ വന്നും പോയി നിന്ന് അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മയെ തിരിച്ചു കൊണ്ടുവന്ന്. അപ്പോൾ അമ്മയുടെ ഓപ്പറേഷൻ അമ്മ ഹാപ്പിയായി, അത്രയും നമുക്ക് സന്തോഷമായി. ആ കാശെല്ലാം തീർന്നു. തീർന്നു വെച്ച് കഴിഞ്ഞാൽ കാശ് തീർന്നപ്പോൾ ഞാൻ വന്നിട്ട് അന്ന് നമുക്കിതുപോലെ എൻ്റെ കപ്പേരിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ കപ്പേരിനോട് ഞാൻ പറഞ്ഞ് അമ്മയ്ക്ക് ഓപ്പറേഷനാണ്, കാശ് തീരാനായെന്ന് പറഞ്ഞു. അപ്പോൾ കപ്പേൻ്റെ കാര്യം മനസ്സിലായി. കപ്പേരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ അദ്ദേഹം മരിച്ചുപോയി, ജോസഫ് ചൊങ്ങന്തറ ജോസഫ്. അപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഞാനോട് ഭയങ്കര ആത്മബന്ധമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പം ലേസായിക്ക് അച്ഛന് ഇഷ്ടമാണ്, അച്ഛനത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാൽ മതി, അവൾ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ലെസ ചേച്ചി ഇയാളുടെ ഭാര്യ, ഞാൻ ലെസ ചേച്ചി ഹോസ്പിറ്റലാണ് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ലെസ ചേച്ചി ഒരു മാല ഊരി ഇങ്ങോട്ട് തന്നിട്ടും പറഞ്ഞു അച്ഛൻ ഇത് കൊണ്ടുപോയി എന്നാഴ്ച ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കടമില്ലാതെ വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടാതെ എൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടി. ഞാൻ അമ്മയെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് പിന്നെ ഇവിടെ. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിൽ പിതാവിന് അന്നത്തെ ബിഷപ്പിന് ഇതൊന്നും അറിയപ്പെട്ടില്ല. ഞാൻ അമ്മയെ ആശുപത്രി കൊണ്ടുവന്ന് സന്തോഷത്തിന് ഇരിക്കുക. അമ്മ ഇനി ഭക്ഷണം കഴിച്ച് ഉറങ്ങി അമ്മ സന്തോഷമായിരിക്കുമല്ല, വലിയ എന്തോ ആശ്വാസമല്ലേ. പക്ഷേ പെട്ടെന്ന് പിതാവ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ ഇവിടുന്ന് എന്നെ ഇടവകയെന്ന് കുറച്ചുകൂടി സഹായിച്ചായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ സഹായങ്ങളും ഉണ്ടാവേ ഇടവകയിലിരിക്കുമ്പോൾ. ഇങ്ങനൊരു വണ്ടി പിടിക്കാൻ കൊടുത്ത കാശിന് വീട്ടിൽ കൂടെ കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ആക്ഷേപം. ഇടവകയിൽ നിന്ന് ആരോഗ്യ രഹസ്യത്തിന് ബിഷപ്പ് ഹൗസ് വിളിച്ച് പറഞ്ഞതാണ്. ഞാൻ പേടിച്ച് ഇങ്ങനെ ബിഷപ്പ് ഹൗസ് ചോദിച്ചു പറഞ്ഞു. അപ്പോൾ അച്ഛൻ വണ്ടി വാങ്ങിച്ചാന്ന് ചോദിച്ചു. വണ്ടി വാങ്ങിച്ചത് ഞാൻ പറഞ്ഞു പിതാവേ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ആൾക്കാർ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞു, അച്ഛൻ വീട്ടിൻ്റെ കാശ് മുടക്കിയെന്നല്ല പറയണമെന്ന്. എൻ്റെ അടുത്ത് പിതാവ് ക്ഷോഭിച്ചു. ഞാൻ ക്ഷോഭിച്ചില്ല, കാര്യം പിതാവ് ക്ഷോഭിക്കേണ്ടതാണ് ശരിക്കും. അത് കാരണം ക്ഷോഭിക്കാനുള്ള വകുപ്പതിനകത്തുണ്ട്. പക്ഷേ ഇതാണ് എൻ്റെ അവസ്ഥ. പക്ഷെ എന്നാലും ഈ ലിസച്ച് തന്ന കാശും എല്ലാം കൂടി എടുത്തിട്ട് കുറച്ച് കടമൊക്കെ വാങ്ങിച്ചിട്ട് 16,000 രൂപ ഒപ്പിച്ച് ഞാനൊരു വണ്ടി വാങ്ങിച്ചു. വണ്ടി വാങ്ങിച്ചെന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ
പഴയ ഇപ്പോൾ കേട്ടച്ചിരി ഒരു M80 ആണ്. ആ വണ്ടിയാണ് പിന്നീട് മീൻ ലോഡ് വണ്ടിയായിട്ട് കേരളം മുഴുവനും കറങ്ങിയത്. പിന്നീട് ഞാൻ മേടിക്കുമ്പോൾ അത് വണ്ടിക്ക് മീൻ വണ്ടിയൊന്നും അല്ലായിരുന്നു, നല്ല വണ്ടിയായിരുന്നു. 86 വണ്ടി ഇറങ്ങണത്, നല്ലവണ്ണം പുള്ളിങ്ങൊക്കെ ഉള്ള വണ്ടിയായിരുന്നു. പക്ഷേ വണ്ടി വാങ്ങിച്ച് ഞാൻ വണ്ടി ഒന്ന് ഓടിച്ചൊക്കെ നോക്കണ സമയത്ത് പിന്നെയും ബിഷപ്പ് വിളിച്ചു. എന്താ പറയണത്, നിങ്ങൾക്ക് ട്രാൻസ്ഫറാണ്, ആ വണ്ടി അവിടെ വെച്ചിട്ട് ട്രാൻസ്ഫർ കിട്ടുന്ന പള്ളിക്ക് പോകുമ്പോൾ ആ വണ്ടി പള്ളിക്ക് വേണ്ടിയാണ് വാങ്ങിച്ചിരിക്കണമെന്ന് പറഞ്ഞു. പള്ളിക്ക് വേണ്ടി, അല്ല അച്ഛന് സ്വന്തമായിട്ട് വാങ്ങിച്ചിരിക്കണമല്ലെന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇതിൻ്റെ അകത്ത് കുർബാന ഉണ്ട് ഇല്ലേ? അപ്പോൾ എനിക്ക് വേണ്ടി ന്യായമായിട്ടും പറയാം, പിതാവ് ഈ വണ്ടി കൊടുക്കത്തില്ല. കാരണം എന്താണ്, ഇതിൽ ഞാൻ കുർബാന ചൊല്ലിയ എൻ്റെ സ്വകാര്യമായ സമ്പത്തിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പകുതിയോടോ 10 രൂപ പിതാവ് ഒന്നാണ്. പിതാവിന് വേണമെങ്കിൽ ആ 10 രൂപ എങ്ങനെയും ഞാൻ സംഘടിപ്പിച്ച് തരാം. അന്ന് സംഘടിപ്പിക്കാൻ പാടാണ്. അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു എനിക്ക്. പക്ഷേ ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല, അവിടെ കണക്ക് പറഞ്ഞില്ല. എനിക്ക് അതായത് ഞാൻ പിതാവിന് താക്കോൽ കൊടുത്തു. താക്കോലിൻ്റെ വന്നച്ഛന്, ഏത് അച്ഛനാണ് വന്നത് ആ അച്ഛന് താക്കോൽ കൈമാറുമ്പോഴും ഞാൻ ഈ ചരിത്രമൊന്നും അവരോട് പറയത്തില്ല. ബിഷപ്പിനോടും ആ ചരിത്രം പറഞ്ഞില്ല. ബിഷപ്പിനോട് പറയുമ്പോൾ ബിഷപ്പ് ഓർക്കും, അയ്യോ ശരിയാണല്ലോ, അച്ഛൻ ഞാൻ കുർബാന കൊടുത്തല്ലേ, അച്ഛൻ്റെ പൈസ ആണല്ലോ പകുതി ഉള്ളതെന്ന് പിതാവിന് വേണമെങ്കിൽ. പിന്നെ അത് ഞാൻ പിതാവിനോട് പറഞ്ഞില്ല. പിതാവ് വൺസ് ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ താക്കോൽ കൈയേൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ എന്താ വിഷയം, എനിക്ക് തോന്നുന്നത് ഇവിടം തൊട്ടാണ് കർത്താവ് എന്നെ നോട്ടപ്പുള്ളിയാക്കിയത്. ഇന്ന് നമ്മൾ കാണുന്ന കൃപാസനത്തിലൂടെ വരണത് ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് ദൈവം നമ്മുടെ കൈക്ക് പിടിക്കും. ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തുമെന്ന് പറഞ്ഞില്ലേ, ആ ദൈവം നിന്നെ കൈക്ക് പിടിക്കുമ്പോൾ ദൈവത്തിന് പിടിക്കാൻ പറ്റിയ കൈ ആയിരിക്കണം. കർത്താവിന് അന്ന് മുതൽ എന്നെ നോട്ടപ്പുള്ളിയാക്കി. കാര്യം എല്ലാ ന്യായവും നീതിയും എല്ലാം വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ നോക്കി സംരക്ഷിച്ചു, ഞാൻ ഈ ഇടവകയെ സംരക്ഷിച്ചു, പിതാവിൻ്റെ വാക്ക് കേട്ട് ഞാൻ താക്കോല് കൊടുത്തു. അപ്പോൾ ഇതെന്താ സംഭവം? അന്ന് മുതൽ നമ്മുടെ കയ്യെ പിടിക്കാൻ ദൈവത്തിന് തോന്നും. അന്ന് മുതൽ നയിക്കണതാണ്, അന്ന് മുതൽ കൈ പിടിച്ച് നടത്തുന്നതാണ്. പക്ഷേ ഇത് എവിടിൻ്റെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന് ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ള സമയത്തൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തരും. അല്ല പരിശുദ്ധാത്മാവ് ഇടിച്ചതിന് വേണ്ടിയിട്ട് കസ്തക്ക മസ്തക്ക എന്ന് പറഞ്ഞ് വിറസൊലി താഴെ വീണമെന്ന് പറയാം, അത് അഭ്യാസമാണ്. അതല്ല, യഥാർത്ഥ ക്രിസ്തു ചൈതന്യത്തിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായകനാണ്. ഞാൻ ഇങ്ങനെ ഒരു കൃപയുടെ വഴികളിലേക്കാണ് പോകണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് ഞാൻ അറിയാതെ തന്നെ എന്നെ കൊണ്ടുപോകുന്നതാണ് ഞാൻ ഇന്ന് ധരിക്കുന്നത്. ഇന്ന് ഞാൻ ധരിക്കുന്നത് വേറെ കൂടി കാര്യം കൊണ്ട്. എന്താണ്? അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതേക്കുറിച്ച് ധ്യാനിച്ചൊരു മരിയൻ ആധ്യാത്മികതയില്ലേ, അതിൻ്റെയൊക്കെ ആധാരങ്ങളും അടിസ്ഥാന ശിലകളും പാകണത് ഈ കാലത്താണ്. നിങ്ങൾ ഓർത്തേക്കണം ഒരു കാര്യം, നമുക്ക് നഷ്ടം വന്നാലും നമുക്ക് അനീതിയായിട്ട് തോന്നിയാലും നിങ്ങൾ ദൈവത്തിന് കൂട്ടി ചിന്തിക്കുമ്പോൾ എല്ലാം നീതിയായിക്കും. ദൈവത്തിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്. എൻ്റെ പേര് മേരി ലിൻഡ. തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട രൂപത പൊയ്യ ഇടവകയിൽ നിന്ന് വരുന്നു. 2018 ഒക്ടോബർ അവസാനം എനിക്കൊരു പള്ളിയിൽ നിന്നാണ് കൃപാസനം പത്രം കിട്ടിയത്. അവിടെ നിന്ന് ഞാൻ കൃപാസനം പത്രം എടുത്ത് ഉടമ്പടി ചെയ്യാനുള്ള കാര്യത്തിലേക്ക് തിരിഞ്ഞു. ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ എടുത്തത്. ഞാൻ ഹസ്ബൻഡും കൂടെ പുറത്തേക്ക് ഇറ്റലിയിലേക്ക് പോകാനായിട്ട് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു 3 വർഷമായിട്ട്. അത് നടക്കുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ജനുവരി 20 എനിക്ക് അപ്പോയിൻമെൻറ്റ് VFSൽ റെഡിയാവുകയും ഞാൻ ഹസ്ബൻഡ് അപ്പോയിൻമെൻറ്റിന് ഹാജരാവുകയും ചെയ്തു. അതിനുശേഷം ഫെബ്രുവരി 12 ഇറ്റലിയിലേക്ക് പോകാനുള്ള എനിക്കും ഹസ്ബൻഡിനുള്ള വിസ വരികയും ഞങ്ങൾ 12 ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. പോകുന്നതിന് മുമ്പായിട്ട് മാതാവിനോട് നന്ദി പറയാൻ ഞാൻ എൻ്റെ കുടുംബം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് 3 കാര്യങ്ങൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് 2 പെൺകുട്ടികളാണ്, 13 വയസ്സായതും 12 വയസ്സായതും. അപ്പോൾ എനിക്കൊരു ആൺകുട്ടീനെ വേണം. അതുകൂടാണ്ട് എൻ്റെ അപ്പനും അമ്മയ്ക്കും 18 വർഷമായിട്ട് ഒരു ഭവനമില്ല, ഒരു ഭവനം വേണം. പിന്നെ എൻ്റെ കുടുംബത്തെ മൊത്തം ഞാൻ എൻ്റെ മാതാവിൻ്റെ കൈകളിൽ സമർപ്പിച്ചു. ഒരു കുഴപ്പവും കൂടാതെ ഞാൻ വരുന്നവരെയും എൻ്റെ കുടുംബത്തെ കാത്തുകൊള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാനിവിടുന്ന് പോയി. പക്ഷെ അവിടെ ഇറ്റലി ചെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ച പോലെ തന്നെ എനിക്ക് 3 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പ്രഗ്നൻ്റായി.
പക്ഷേ ആ അവസ്ഥയിൽ എനിക്ക് ആ ഒരു പ്രഗ്നൻസി ഡീൽ ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലല്ലായിരുന്നു. കാരണം ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ചോദിച്ച് വാങ്ങിച്ചതാണ്. എങ്കിലും എനിക്കത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡും ബാക്കി എല്ലാവരും പറഞ്ഞു നമുക്കിതിന് അബോർഷൻ ചെയ്ത് കളയാം. അത് കേട്ടപ്പോൾ തുടങ്ങി എനിക്ക് സങ്കടമാണ്. കാരണം ഞാൻ മാതാവിനോട് ചോദിച്ച് വാങ്ങിച്ചതാണല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് മാതാവിനോട് തന്നെ ഞാൻ ചോദിച്ചു. പക്ഷേ എനിക്കൊരു ഉത്തരം എനിക്കിതുവരെ കിട്ടിയില്ല. കിട്ടാണ്ടായി കഴിഞ്ഞ് പിന്നെ എപ്പോഴും കരച്ചിലായി. ഓരോ ഹോസ്പിറ്റലിൽ പോകും, അബോർഷനുള്ള കാര്യങ്ങൾ മുന്നോട്ടാക്കുന്നു. അപ്പോഴും ഞാൻ മാതാവിൻ്റെ ഒരു രൂപം ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു, കൃപാസന മാതാവിനോട് ഞാൻ പറയും ഒന്നും നടക്കരുത്, ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് അതിന് പറ്റില്ല എന്ന് പറയണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും. കുരിശ് വരയ്ക്കും, വയറിൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും വരത്തല്ലേ, എനിക്ക് തന്ന പോലെ ഒന്നുകിൽ നീ തന്നെ എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് വളർത്താനുള്ളൊരു ഇത് നീ ചെയ്തു തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഓഗസ്റ്റ് 22 അബോർഷനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു. ഞാനാകെ തളർന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നാലും മാതാവിനെ ഞാൻ മുറുകെ പിടിച്ചു. എനിക്ക് 3 പേരും ഒരുപോലെയാണ്. മൂത്ത കുട്ടികളും അതുപോലെ എൻ്റെ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും ഒരുപോലെയാണ്. അതുകൊണ്ട് എനിക്ക് ഈ കുഞ്ഞിനെ വളർത്താനായിട്ടുള്ള ഒരു വഴി നീ എനിക്ക് കാണിച്ചു തരണം. ഓഗസ്റ്റ് 22 ഡോക്ടർ ഫിക്സ് ചെയ്ത ഡേറ്റിൽ ഓഗസ്റ്റ് 20 എന്നെ ഒരു ഒരു ചേച്ചി എന്നെ വിളിക്കുവാണ്. ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു, നിനക്ക് എന്താണ് ആവശ്യം? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടികൾ വാടക വീട്ടിലാണ് കിടക്കണേ, അവർ വലിയ കുട്ടികളെ പെൺകുട്ടികളാണ്, ഒരമ്മയുള്ളൂ, അവരിറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് യാതൊരു ഇതില്ല, ആ ഒരു നിസ്സഹായാവസ്ഥയിലാണ് ഞാനിത് ചെയ്യണേ എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു, നിൻ്റെ വാടകയുടെ പൈസ ഫുൾ എമൗണ്ട് നിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 3 മാസം നിൻ്റെ റെസ്റ്റ് വരെ ഞാൻ കൊടുത്തോളാം, നീ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കത് ആശ്വാസമായി. അപ്പം എനിക്ക് ഉറപ്പായി ഞാൻ ഈ കുഞ്ഞിനെ മാതാവ് എനിക്ക് വളർത്താൻ വേണ്ടി തന്നെ തന്നതാണ്. ഞാൻ കണ്ടിന്യൂ ചെയ്തു. അവിടെ 5-ാം മാസത്തിൽ കൊച്ച് എന്താണെന്നുള്ളതറിയും, ആണാണോ പെണ്ണാണോ എന്ന്. അപ്പം ഞാൻ മാതാവിനോട് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ആൺകൊച്ചിനെ തരണം കേട്ടോ, ആ കൊച്ചിന് ഞാൻ അമ്മയുടെ മകൻ്റെ പേരിട്ടേക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് പോയത് ഇവിടെ നിന്ന്. 5-ാം മാസത്തിൽ സ്കാനിങ് ഡേറ്റിൽ അവർ പറഞ്ഞു കുട്ടി ആൺകുട്ടിയാണെന്ന്. പിന്നീട് അങ്ങോട്ട് എന്നെ സഹായിക്കാനും എനിക്കുള്ള കാര്യങ്ങൾ ചെയ്തു തരാനും ആരെന്നില്ല, എല്ലാവരും എന്നെ സഹായിക്കാനും എൻ്റെ കുടുംബത്തിന് ഒരു ഭക്ഷണത്തിനായാലും ഒരു കുറവുമില്ലാണ്ട് മുന്നോട്ട് നീങ്ങി. അന്ന് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനും ജോലിയില്ല, എനിക്കും ജോലിയില്ല, എങ്കിലും ഒരു കുറവുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഒരു നേഴ്സ് എന്നെ സഹായിക്കാൻ, ഇറ്റാലിയൻ നേഴ്സ് എന്നെ സഹായിക്കാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ ലാസ്റ്റ് സഹായിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി അവരെ നീ അമ്മയെന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരെൻ്റെ അമ്മയായി. എല്ലാത്തിനും ഇന്ന് വരേക്കും എനിക്ക് അവർ മാതാവിനെ പോലെ, മാതാവ് എനിക്ക് കൊണ്ടുതന്നതാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ഡെലിവറിയുടെ സമയമായപ്പോഴത്തേനും കൊറോണ കൂടി ഡെലിവറി ഫെബ്രുവരി 26 എനിക്ക് ഡെലിവറി ഡേറ്റ് വന്നു. കൊച്ച് 4 വീക്സ് പുറകിലോട്ടായിരുന്നു. അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊച്ചിന് വെള്ളം കുടിച്ച് കൊച്ചാകെ അവശതയിലാണ്. കൊച്ചിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ്, ഇൻക്യുബേറ്ററിൽ കിടത്തണം. 3 ദിവസമായിട്ട് ഞാൻ കൊച്ചിനെ കാണുന്നില്ല. കൊച്ചിന് എന്ത് പറ്റിയെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അങ്ങനെ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ 10 ദിവസം കഴിഞ്ഞിട്ടേ നമ്മുടെ സ്റ്റിച്ച് എടുത്ത് മാറ്റുള്ളൂ. അപ്പം നമ്മൾക്ക് അവിടെ സഹായിക്കാനൊന്നും ആരുമില്ല. ചുറ്റിലും കൊറോണ ഇതിൻ്റെ പേരിൽ ഹസ്ബൻഡിനെ ഉള്ളിലേക്ക് കയറ്റില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ കൊച്ചിനെ പോയി കാണും. 19 ദിവസം കൊച്ചി ഇൻക്യുബേറ്ററിൽ കിടക്കണം എന്ന് പറഞ്ഞു. 15-ാമത്തെ ദിവസം 7 കിലോമീറ്ററോളം എനിക്ക് ആ ഹോസ്പിറ്റലിലോട്ട് നടന്നു പോകണം. കൊച്ച് ഹോസ്പിറ്റലിൽ, ഞാൻ വീട്ടിൽ, നടന്നേ പോകാൻ പറ്റുള്ളൂ. കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് 15-ാമത്തെ ദിവസം അവിടെ ഒരു മാതാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് നടന്നു വരാനുള്ള, ഞാൻ അവശതയായി, എനിക്ക് നടന്നു വരാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യ്, അമ്മ എടുത്തോ, എനിക്കിനി വേണ്ട, എനിക്ക് വളർത്താൻ തന്നാൽ മതി, വളർത്തമ്മയായിട്ട് ഞാൻ കൂട്ടിക്കോളാം, നിന്നെ അവൻ അമ്മയെന്ന് വിളിച്ചോട്ടെ എന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു. അന്ന് ഞാൻ അവനെ കണ്ടിട്ടില്ല, കൊച്ചിനെ കാണാതെ ഞാൻ ഇറങ്ങിപ്പോന്നു. പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ
അവർ എൻ്റെ കുഞ്ഞിന് സ്ട്രോളറിൽ എല്ലാം റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് കൊച്ചിനെ വെച്ചേക്കണു. നീ കൊണ്ടുപോയിക്കോ, നിൻ്റെ കൊച്ചിനിപ്പോൾ ഒരു കുഴപ്പമില്ല, കൊണ്ടുപോയിക്കോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം എനിക്ക് മനസ്സിലായി കൊച്ച് എൻ്റെ അല്ല, കൊച്ച് പരിശുദ്ധ അമ്മയുടെയാണ്. എനിക്കൊരവകാശമില്ല എന്ന്, വളർത്താൻ മാത്രമേ എനിക്ക് അവകാശമുള്ളൂ എന്ന്. അവന് 2 വയസ്സായപ്പോൾ അവൻ എന്നെ അമ്മയെന്ന് വിളിക്കില്ല, മമ്മീന്ന് വിളിക്കില്ല, മമ്മ എന്നാണ് വിളിക്കണേ, മമ്മ എന്ന് വിളിക്കില്ല. അപ്പം ഞാൻ ചോദിച്ചു, കൊച്ച് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു നിൻ്റെ പേരാണല്ലോ കൊച്ച് വിളിക്കണേ, അമ്മയെന്ന് വിളിച്ച് പഠിപ്പിക്കാൻ. ഒരു ദിവസം ഞാൻ അവനെ, അപ്പം എൻ്റെ റൂമിലൊക്കെ കൃപാസന മാതാവിൻ്റെ ഒക്കെ ഫോട്ടോ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ എന്നെ അമ്മ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ വിളിക്കണില്ല. കുറേ നേരം എൻ്റെ മുഖത്ത് നോക്കി, മാതാവിനെ നോക്കിയിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇറ്റാലിയൻ ഭാഷയിലാണ് അവൻ സംസാരിക്കുള്ളൂ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എൻ്റെ അമ്മയല്ല, ഇതല്ല നീയല്ല എൻ്റെ അമ്മ, ആയിരിക്കണതാണ് എൻ്റെ അമ്മ, നീ ലിൻ്റെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പം പൂർണ്ണമായി അവൻ്റെ അമ്മ മാതാവാണെന്ന്. അത് കഴിഞ്ഞ് വീണ്ടും ഒരേ പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് വീണ്ടും കൊച്ചിൻ്റെ PR, അവൻ അവിടെ ജനിച്ചിട്ടും എനിക്ക് കൊച്ചിൻ്റെ PR കിട്ടണില്ല. ഓപ്പൺ വിസ ഇറങ്ങിയോണ്ട് എനിക്ക് അവിടുത്തെ വിസ കിട്ടി, പക്ഷേ കൊച്ചിൻ്റെ വിസ കിട്ടണില്ല. കൊച്ചവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കൊച്ചിൻ്റെ വിസ കിട്ടേണ്ടതാണ്. കൊച്ചിന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നുമില്ല. പക്ഷേ വിസ കിട്ടിയിരുന്നെങ്കിൽ എനിക്കിവിടെ നാട്ടിൽ വരായിരുന്നു, കുഞ്ഞിനെ കാണിക്കായിരുന്നു. 3 വയസ്സാകാൻ പോണു, കൊച്ചിനെ കൊണ്ടുവരാനായിട്ട് ഒരു ഇതും കിട്ടുന്നില്ല. എൻ്റെ എല്ലാ ആവശ്യത്തിനും ഞാൻ പറഞ്ഞില്ല, ഒരു നേഴ്സ് എന്നെ സഹായിക്കുമെന്ന്. ആ നേഴ്സ് എല്ലാത്തിനും എന്നെ സഹായിക്കാൻ എൻ്റെ അപകട സമയങ്ങളിൽ അവർ വരും. അപ്പോൾ എനിക്കറിയാം അത് നടക്കും എന്നുള്ളത് എനിക്കറിയാം. കാരണം അവർ നടക്കണത് മാതാവാണ്. അപ്പം എന്നും മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് കൊച്ചിൻ്റെ വിസ ഇത്രയായിട്ടും കിട്ടിയില്ലല്ലോ, അവൻ്റെ ചേച്ചിമാരെല്ലാവരും കാത്തിരിക്കുകയാണ്, അവൻ്റെ അപ്പാപ്പനും അമ്മാമ്മയും കാത്തിരിക്കുന്നു, എല്ലാവരും കാത്തിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് നാട്ടിലേക്ക് പോയി, ഞാൻ ഒറ്റയ്ക്കായി 2 വർഷം. ഞാൻ ഈ കൊച്ചിനെ ഒറ്റയ്ക്ക് ആ വീട്ടിൽ സ്ട്രോളറിൽ കെട്ടിയിട്ടാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് വേറൊരിടത്തും കൊണ്ട് നോക്കാൻ പറ്റില്ല. സൈകെട്ടു, കൊച്ചിനെ കെട്ടിയിട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥ. എല്ലാ പിള്ളേരും ഓടി നടക്കുമ്പോൾ എൻ്റെ മോൻ മാത്രം സ്ട്രോളറിൽ. ഒരു കുഴപ്പമില്ല, കൈയും കാലിനൊരു കുഴപ്പമില്ല, നല്ല ഓടി നടക്കണ കുഞ്ഞ്. എന്നിട്ടും എന്തിനെങ്ങനെ മാതാവിനോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. വീണ്ടും പരീക്ഷണം എന്ന പോലെ വീണ്ടും മാതാവിനോട് എന്നെ സ്നേഹിക്കണാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ നിന്ന് വീണ്ടും ഞാൻ നവംബർ 20 എല്ലാം വേണ്ടാന്ന് വെച്ച്, PR ഒന്നും വേണ്ടാന്ന് വെച്ച് കൊച്ചിനെയും കൊണ്ട് നവംബർ 20 പോരാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു. അന്നേരത്തെ എൻ്റെ അടുത്ത് ഒന്ന് പോയി ചോദിക്ക്, 20 കോടതി നീ ഒന്ന് പോയി ചോദിക്ക്, വിസ ശരിയായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുള്ള ഒരു പ്രേരണ വന്നു. ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കോടതിയിലുള്ളവർ പറഞ്ഞു, നിൻ്റെ കൊച്ചിൻ്റെ വിസ ആയിട്ടില്ല. എന്നെ അവർ പാഴിച്ചു വിട്ടു, നിൻ്റെ കൊച്ചിന് ഇപ്പോൾ വിസ കിട്ടില്ല, നീ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ അവിടെ നിന്ന് കരഞ്ഞിറങ്ങി പോന്നു. അന്ന് ഞാൻ ആ നേഴ്സിനെ വിളിച്ച് പറഞ്ഞു, എനിക്കിങ്ങനെ കൊച്ചിൻ്റെ വിസ കിട്ടിയില്ല, ഞാൻ പോവുകയാണ്, ഇനി ഞാൻ കൊച്ചിൻ്റെ വിസയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കില്ല. അപ്പോൾ അവർക്കത് വിഷമായി. അവർ പറഞ്ഞു, നീ ഇനി എന്നാണ് പോകാൻ തീരുമാനിച്ചേക്കണേ? ഞാൻ പറഞ്ഞു, ഡിസംബർ 2. എന്നാൽ ഡിസംബർ 2 നമുക്കൊന്നുകൂടെ കോടതിയിലേക്ക് പോകാം, നീ വായോ എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. ഞാൻ ഡിസംബർ 2 ഞാനും ആ നേഴ്സിനെ ഞാൻ അമ്മ എന്നാണ് വിളിക്കണേ, അമ്മയും കൂടെ കൊച്ചും ഞാൻ പോയി കോടതി ചെന്ന് അവരോട് ആ അമ്മ ചോദിച്ച വശം തന്നെ അവർ അകത്ത് പോയി എൻ്റെ കൊച്ചിൻ്റെ PR എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ എനിക്കറിയായിരുന്നു ഈ അമ്മ എൻ്റെ കൂടെ വരുമ്പോൾ മാതാവാണ് കൂടെ വരുന്നത്. കാരണം അവരാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലെത്തുക. അത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു നവംബർ 20 ഇത് ഓക്കെ ആയി കിടക്കണതാണ്. അപ്പം ഞാൻ പറഞ്ഞു, നവംബർ 20 ഞാനിവിടെ വന്നതാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, നീ ചോദിച്ചില്ലല്ലോ എന്ന്. ഞാൻ ചോദിച്ചതാണ്, പക്ഷേ എനിക്ക് തരേണ്ട ആൾ മാതാവ് തന്നെയാണല്ലോ. അപ്പോൾ ഡിസംബർ 2 ആയിരുന്നു, ഡിസംബർ 7 മുന്നേ എനിക്ക് കിട്ടണമെന്നായിരുന്നു. അപ്പോൾ ഡിസംബർ 2 എനിക്ക് കൊച്ചിൻ്റെ വിസ കിട്ടി. ഉടനെ തന്നെ എനിക്ക് കൊച്ചിൻ്റെ ഐഡൻറ്റിറ്റി കാർഡും എല്ലാവരും 5 ദിവസം കൊണ്ട് എല്ലാവരെക്കാട്ടും സ്പീഡിൽ കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടി. ഞാൻ ജനുവരി 25 നേരിട്ട് ഇവിടെ വന്നു, മാതാവിനെ കണ്ടു, മാതാവിനെ കാണിച്ചു കൊടുത്തു. ഇവിടെ കൊണ്ടുവന്ന് ഞാൻ നിർത്തി മാതാവിന് ഏൽപ്പിച്ചു.
ഒരു കുഴപ്പമില്ലാതെ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. അതിൻ്റെ ഇടയിൽ അവിടെ വെച്ച് ഇറ്റലിയിൽ വെച്ച് അവൻ 3 അടി പൊക്കത്തിൽ താഴോട്ടൊന്ന് വീണു. താഴോട്ട് വീണ വശം കൊച്ചിൻ്റെ ബോധം പോയി. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. കണ്ണൊക്കെ മേലോട്ടായി. എനിക്കാകെ പേടിയായി, എന്ത് ചെയ്യണമെന്നറിയില്ല. ഉടനെ തന്നെ അവൻ ആ ബോധം കിടലിൽ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മയുടെ ഉപ്പ് തരാനായിട്ട്. ഞാൻ ഉടനെ ഉപ്പെടുത്ത് വായിൽ വെച്ച് കൊടുത്തു. തൈലമൊക്കെ പുരട്ടി. കൊച്ച് അപ്പം തന്നെ ഛർദ്ദിച്ചു. അപ്പോൾ ഛർദ്ദിച്ചപ്പോൾ എനിക്ക് പേടി. എന്നാലും ഞാൻ ആരോടും പറഞ്ഞില്ല. മാതാവിനോട് പറഞ്ഞു, എനിക്കൊരിടത്തും പോകാൻ വഴിയില്ല, നീ തന്നെ കാത്തുകൊള്ളണം കേട്ടോന്ന്. എന്നിട്ട് രാത്രി ഞാൻ ഇത്തിരി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും അത് ഛർദ്ദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി തലയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടാവും, അതായിരിക്കും ഛർദ്ദിക്കണേന്ന്. എന്നാലും ആരോടും പറയാതെ മാതാവിനോട് ചെന്ന് പറഞ്ഞു, മാതാവേ, എനിക്ക് നാളത്തെ സാക്ഷ്യം ഞാൻ കേൾക്കുമ്പോൾ ആരെങ്കിലും സാക്ഷ്യത്തിൽ എൻ്റെ ഈ കുഞ്ഞ് വീണ കാര്യം എന്നെ ഒന്ന് കാണിച്ചു തരണം കേട്ടോ, ഒരു കുഴപ്പമില്ലാതെ. പിറ്റേ ദിവസം ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സാക്ഷ്യം വന്ന് കിടക്കണു. ഒരു ടീച്ചറിൻ്റെ സാക്ഷ്യം. ടീച്ചർ 6 അടി പൊക്കത്തിൽ നിന്ന് താഴെ വീണിട്ട് ടീച്ചറിൻ്റെ ഒന്നും അനങ്ങാൻ പറ്റാണ്ട് ടീച്ചർ ഛർദ്ദിച്ചു 2 പ്രാവശ്യം. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ടീച്ചറിന്, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ടീച്ചർ മാതാവിൻ്റെ എണ്ണയൊക്കെ തേച്ചു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഡോക്ടർ ചെന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ടീച്ചറിനെ വീട്ടിൽ വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി കൊച്ചിനൊരു കുഴപ്പമില്ലാന്ന്. കൊച്ചിനും ഒരു കുഴപ്പമില്ല, കൊച്ച് ഓടിക്കളിച്ച്. ഇന്ന് ഞാൻ ഡോക്ടറിനെ ഒന്നും കാണിച്ചില്ല, പക്ഷെ അവനൊരു പ്രശ്നമില്ല, നല്ല ഓടിക്കളിച്ച് കിടക്കണം. പിന്നെ എൻ്റെ മോൾക്ക് 2 വർഷമായിട്ട് പീരീഡ്സ് നോർമലല്ലായിരുന്നു. അവളിനോട് ഇതേപോലെ തന്നെ ഞാൻ എൻ്റെ അടിവയറ്റിൽ അവിടെ ആയിരിക്കുമ്പോൾ തൈലം തൊട്ട് പ്രാർത്ഥിച്ച് അന്ന് അച്ഛൻ്റെ ഓൺലൈൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അച്ഛൻ രോഗസൗഖ്യ ധ്യാനത്തിൽ പറഞ്ഞു, പീരീഡ്സ് ആവാതെ 2 വർഷം അങ്ങനെ പീരീഡ്സ് ആവാത്തവർക്ക് അതിൻ്റെ സൗഖ്യം കൊടുക്കുന്നുണ്ട്, ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അന്ന് രാത്രി എൻ്റെ മോൾക്ക് പീരീഡ്സ് ആയി, ഇപ്പം നോർമലാണ്. പിന്നെ ഒരു ചേച്ചിയുടെ ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. ആ ചേച്ചിക്ക് ഇതേപോലെ തന്നെ മാതാവിൻ്റെ ഉപ്പ് കൊണ്ടു കൊടുത്തു. ഉപ്പ് കഴിച്ച് ആ ചേച്ചിക്ക് ബ്ലീഡിങ് വളരെ സൗഖ്യം കിട്ടി. പിന്നെ എൻ്റെ കയ്യിൽ ഒരു മുഴ പോലെ വന്നു. എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അന്ന് ഒട്ടും വേദന സഹിച്ചിട്ട് എനിക്ക് പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, നാളെ ഇതെനിക്ക് എൻ്റെ കയ്യിൽ കാണരുത് കേട്ടോ, എനിക്ക് ജോലി ചെയ്യാനുള്ളതാണ്. പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ തൈലം പുരട്ടിയാണ് അത് സുഖപ്പെട്ടത്. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇതെൻ്റെ കയ്യിലില്ല, മുഴ എൻ്റെ കയ്യിലില്ല. പിന്നെ 18 വർഷമായി എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും ഒരു ഭവനവും ഇല്ലാണ്ടിരിക്കണേ, സ്ഥലവും ഇല്ല, ഭവനവും ഇല്ല. അപ്പോൾ ഇന്നും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു പോയതാണ് എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും ഒരു ഭവനം വേണം എന്നുള്ളത്. ഇന്ന് എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും പഞ്ചായത്തിൽ നിന്ന് 3 സെൻറ്റിൻ്റെ ആധാരം എഴുതി കൈ കിട്ടി. അതും ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുവാണ്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പരിശുദ്ധ അമ്മയോടും ദൈവപിതാവിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു.